നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്ന ആറ്റം എങ്ങനെയാണ് എന്ന് അറിയാനുള്ള എക്സ്പെരിമെൻ്റ് ആണ്. ആൽഫ പാർട്ടിക്കിൾ സ്കാറ്ററിംഗ് എക്സ്പെരിമെൻ്റ് എന്നാണ് അതിന് പറയുന്നത്. ഈ എക്സ്പെരിമെൻ്റ് നടത്തിയതിലൂടെയാണ് ആറ്റത്തിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. ഓക്കെ, അപ്പോൾ ഈ എക്സ്പെരിമെൻ്റ് നടത്തിയ ആളുകളുടെ പേരാണ് ഗീഗറും മാഴ്സ്ഡനും. ആരൊക്കെയാണ്? ഗീഗറും മാഴ്സ്ഡനും. ഇനി നമ്മുടെ റുദർഫോർഡിൻ്റെ അണ്ടറിൽ വർക്ക് ചെയ്തിരുന്ന രണ്ടുപേരാണ്. അപ്പോൾ ക്രെഡിറ്റ് റുദർഫോർഡിനാണ്. ഓക്കെ, ഗീഗറും മാഴ്സ്ഡനുമാണ് അദ്ദേഹത്തിൻ്റെ അണ്ടറിൽ വർക്ക് ചെയ്തിരുന്ന രണ്ട് റിസർച്ച് സ്റ്റുഡൻസ് ആണ്. ഇനി അടുത്തെന്താണ് ഇതിനകത്ത് ഉപയോഗിച്ചത്? ആൽഫ പാർട്ടിക്കിളാണ്. ആൽഫ എക്സ്പെരിമെൻ്റ് കണ്ടക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചത് ആൽഫ പാർട്ടിക്കിളാണ്. ആൽഫ പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ ഹീലിയത്തിന് ഇക്വലൻ്റ് ആണ്. ഹീലിയം ന്യൂക്ലിയസിന് ഇക്വലൻ്റ് ആണ്. ഇപ്പോൾ 2He4 ആണല്ലോ ഹീലിയം. അപ്പോൾ ഹീലിയത്തിന് ഇക്വലൻ്റ് ആണ് ആൽഫ. ആൽഫ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ചാർജുള്ള പാർട്ടിക്കിൾസ് ആണ്. ആൽഫ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ചാർജുള്ള പാർട്ടിക്കിളാണ്. അപ്പോൾ ഇത്രയും നമുക്ക് അറിഞ്ഞിരിക്കണം. നമ്മൾ ഈ അടുത്ത ചാപ്റ്ററിൽ മാത്രമേ ഇതിനെപ്പറ്റി ഡീറ്റെയിൽസ് പഠിക്കൂ. അപ്പോൾ ആൽഫ എന്ന് പറഞ്ഞാൽ ഇക്വലൻ്റ് ടു ഹീലിയമാണ്. ആൽഫയ്ക്ക് പോസിറ്റീവ് ചാർജാണ്. അപ്പോൾ ആൽഫ പാർട്ടിക്കിളിനെ നമ്മൾ ഉപയോഗിച്ചു. അപ്പോൾ ആൽഫ പാർട്ടിക്കിളിനെ ഒരു സോഴ്സിൽ നിന്ന് ഇറങ്ങി വരികയാണ് ആൽഫ പാർട്ടിക്കിൾസ്. അതിനുവേണ്ടി ബിസ്മത്ത് 83214 എന്ന് പറയുന്ന റേഡിയോ ഐസോട്ടോപ്പാണ് ഉപയോഗിച്ചത്. അപ്പോൾ ബിസ്മത്ത് 83214 എന്ന് പറയുന്ന ഒരു റേഡിയോ ഐസോട്ടോപ്പ് എടുത്തു. അതിൽ നിന്ന് ആൽഫ പാർട്ടിക്കിൾ ഇറങ്ങി വന്ന ആൽഫ പാർട്ടിക്കിൾ സ്കാറ്റേർഡ് ആയിട്ട് സ്പ്രെഡായിട്ടായിരിക്കും വരുന്നത്. അതിനെ നമ്മൾ രണ്ട് ലെഡ് ബ്രിക്സ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഇടയ്ക്കുള്ള നാരോ സ്പേസ് വഴി, നാരോ സ്ലിറ്റ് വഴി കയറ്റി വിട്ടു. അപ്പോൾ ഒരു നാരോ ബീം ഓഫ് ആൽഫ പാർട്ടിക്കിളാക്കി മാറ്റി. ഇതിൻ്റെ എനർജി ഏകദേശം 5.5 മില്യൺ ഇലക്ട്രോൺ വോൾട്ടാണ്. ഈ ആൽഫ പാർട്ടിക്കിളിനെ കൊണ്ടുവന്നിട്ട് ഒരു വളരെ തിന്നായിട്ടുള്ള ഗോൾഡ് ഫോയിലിൽ കൊണ്ടുവന്നിടിച്ചു. ഗോൾഡ് ഫോയിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഗോൾഡിൻ്റെ ഷീറ്റ്, കനം കുറഞ്ഞ ഷീറ്റിനെ പറയുന്ന പേരാണ് ഗോൾഡ് ഫോയിൽ. ഈ ഗോൾഡ് ഫോയിലിൻ്റെ തിക്നെസ് എന്ന് പറഞ്ഞാൽ 2.1 × 10⁻⁻⁷ മീറ്റർ ആണ്. അത്രയും ചെറിയ തിക്നെസ് ആണ്. അപ്പോൾ ആ തിക്നെസ്സിനകത്ത് ഒരാറ്റമേ കാണൂ, ഒരു ഗോൾഡ് ആറ്റമേ കാണൂ. അപ്പോൾ അത്രമാത്രം തിക്നെസ് കുറഞ്ഞ ഗോൾഡ് ഫോയിലാണ്. അപ്പോൾ ആ തിക്നെസ്സിൽ, അതിൻ്റെ ആ കുഞ്ഞു തിക്നെസ്സിനകത്ത് ഒരാറ്റമേ കാണൂ. ഓക്കെ, ഇനി നമ്മൾ കണ്ട കാഴ്ച, ഈ ആൽഫ പാർട്ടിക്കിളിനെ ഇങ്ങനെ കൊണ്ടുവന്ന് ഈ ഗോൾഡ് ഫോയിലിലോട്ട് അടിച്ചു കൊടുത്തപ്പോൾ മിക്കവാറും ഉള്ള എല്ലാ ആൽഫ പാർട്ടിക്കിളിലും ഈ ഗോൾഡ് ഫോയിൽ വഴി ഈസി ആയിട്ട് കയറി അങ്ങ് പോയി. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ കണ്ട കാഴ്ച, അപ്പം മെനി ഓഫ് ദ ആൽഫ പാർട്ടിക്കിൾസ് പാസ് ത്രൂ ദ ഫോയിൽ. ഇനി ഒരു 0.14% ഓഫ് ആൽഫ പാർട്ടിക്കിൾസ് ചെറിയ ആംഗിളിൽ സ്കാറ്റർ ചെയ്തു. അപ്പോൾ എന്താണ്, നമ്മളിങ്ങനെ ഇങ്ങനെ അങ്ങോട്ട് പോയല്ലോ, ഈ ആൽഫ പാർട്ടിക്കിൾ ഇങ്ങനെ ചെന്നിട്ട് ഗോൾഡിൻ്റെ അടുത്ത് വന്നിട്ട് ചെറുതായിട്ടൊന്ന് ഡീവിയേറ്റ് ചെയ്തു പോയി. ഇപ്പോൾ ചെറിയ ആംഗിളിൽ സ്കാറ്റർ ചെയ്തു പോയി. അപ്പോൾ ഇത് ഇനീഷ്യൽ ഡയറക്ഷനാണ്. ഇനീഷ്യൽ ഡയറക്ഷനുമായിട്ട് ചെറിയൊരു ആംഗിളിൽ സ്കാറ്റർ ചെയ്ത് പോയി. ഇനി ഒരു 8000 ആൽഫ പാർട്ടിക്കിളിനെ നമ്മളങ്ങോട്ട് വിട്ടാൽ അതിനകത്ത് ഒരുത്തൻ എന്ത് ചെയ്യും? 90 ഡിഗ്രിയേക്കാളും കൂടിയ ആംഗിളിൽ സ്കാറ്റർ ചെയ്തു. അതായത് നമ്മളിപ്പോൾ ഇങ്ങനെ അങ്ങോട്ട് പോവുകയാണ്. ഇങ്ങനെ പോയ ആൽഫ പാർട്ടിക്കിൾ ഗോൾഡ് ഫോയിലിൻ്റെ അവിടെ ചെന്നിട്ട് എന്ത് ചെയ്തു? ഇങ്ങനെ വന്നിരുന്നാൽ 90 ഡിഗ്രി ആംഗിളിൽ തിരിഞ്ഞെന്ന് പറയാം. അപ്പോൾ ഇങ്ങനെയൊക്കെ വരും. അപ്പോൾ ഈ ഇനീഷ്യൽ ഡയറക്ഷനുമായിട്ട് 90യേക്കാളും കൂടിയ ആംഗിളിലല്ലേ സ്കാറ്റർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ വരാം. ഒന്നുകൂടെ ഞാൻ പറയാം. ആൽഫ പാർട്ടിക്കിളിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി ഇങ്ങനെയാണ്. അതുമായിട്ട് ഇതാണ്ട് ഇപ്പം ഇതിനെ നോക്കിയേ, ഈ ഡയറക്ഷൻ നോക്കിയേ. ഈ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇതിനേക്കാൾ 90 ഡിഗ്രി കൂടുതലല്ലേ? 90 ഡിഗ്രിയേക്കാളും കൂടുതലല്ലേ? ഇത്രയായപ്പോൾ തന്നെ 90 ആയി. അതിനേക്കാളും കൂടുതലാണ്. അപ്പം 90 ഡിഗ്രിയേക്കാളും കൂടിയ ആംഗിളിൽ സ്കാറ്റർ ചെയ്ത് പോകുന്നതായിട്ടാണ് നമ്മൾ കണ്ടത്. ഓക്കെ, ഇനി ഈ ആൽഫ പാർട്ടിക്കിൾ ഇതുവഴി കയറി പോകുന്നു. അപ്പോൾ കയറി പോകുന്നതായാലും എങ്ങോട്ട് വരുന്നതായാലും അതിനെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി നമ്മളിവിടെ ഒരു ഡിറ്റക്ടർ ഉപയോഗിക്കുന്നു. അപ്പോൾ ആ ഡിറ്റക്ടർ സെറ്റപ്പിനകത്ത് ഒരു മൈക്രോസ്കോപ്പ് കാണും, പിന്നെ ഒരു സിങ്ക് സൾഫൈഡ് സ്ക്രീനും കാണും. ഇനി ഡിറ്റക്ടറിനെ ഒരു സർക്കുലാർ സ്കെയിൽ വഴി മൂവ് ചെയ്യാൻ പരുവത്തിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത്രയാണ് എക്സ്പെരിമെൻ്റൽ സെറ്റപ്പ്. ഇനി സിങ്ക് സൾഫൈഡ് സ്ക്രീനിൽ ഈ ആൽഫ പാർട്ടിക്കിൾ വന്ന് വീണ് കഴിഞ്ഞാൽ അതിനകത്ത് ചില അടയാളങ്ങൾ ഉണ്ടാവും. ഓക്കെ, ആ അടയാളങ്ങൾ നമ്മൾ മൈക്രോസ്കോപ്പ് വഴി ഒബ്സർവ് ചെയ്യും. അപ്പോൾ ആൽഫ പാർട്ടിക്കിൾ അവിടെ വന്ന് വീണോ ഇല്ലയോ എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയാണ്. ഇത്രയാണ് ആൽഫ പാർട്ടിക്കിൾ സ്കാറ്ററിംഗ് എക്സ്പെരിമെൻറ്റിൻ്റെ എക്സ്പെരിമെൻ്റൽ സെറ്റപ്പ്. അപ്പോൾ എക്സ്പെരിമെൻ്റ് കണ്ടക്ട് ചെയ്ത ആളുകളുടെ പേര് ചോദിക്കും. ആരാണ്? ഗീഗർ ആൻഡ് മാഴ്സൺ അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് റുദർഫോർഡ്. ഇനി നമ്മൾ ഉപയോഗിച്ച ആൽഫ പാർട്ടിക്കിളിൻ്റെ എനർജി ചോദിക്കും. എത്രയാണ്? 5.5 മില്യൺ ഇലക്ട്രോൺ വോൾട്ട് എന്നാണ്. ഇനി അത് നമ്മൾ ഏത് സ്ഥലത്ത് നിന്ന്, ഏത് സോഴ്സ് ഉപയോഗിച്ചാണ് ആൽഫ പാർട്ടിക്കിൾ ക്രിയേറ്റ് ചെയ്തത് ചോദിക്കും. ഏത് റേഡിയോ ഐസോട്ടോപ്പാണ് ഉപയോഗിച്ചത്? ഏതാണ്? ബിസ്മത്ത് 83214 ആണ്. ഇനി ഈ ആൽഫ പാർട്ടിക്കിളിനെ നമ്മൾ അവിടെ നിന്ന് ഇറക്കി വിട്ടപ്പോഴത്തേക്ക് അത് വൈഡ് ബീമായിട്ടാണ് വന്നത്. അതിനെ നാരോ ആക്കാൻ വേണ്ടി ഉപയോഗിച്ചത് ആരെയാണ്? ലെഡ് ബ്രിക്കിനെയാണ്. ഈ ലെഡിന് എന്താണ് സ്പെഷ്യാലിറ്റി? ലെഡ് എന്ന് പറഞ്ഞാൽ ആൾമോസ്റ്റ് എല്ലാ റേഡിയേഷനെയും ബ്ലോക്ക് ചെയ്യും. അപ്പം നമ്മൾ ഇവിടുന്ന് സ്പ്രെഡായിട്ടുള്ള ഒരു ബീമിനെ അങ്ങോട്ട് വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ
അതിനെ ഇത് ബ്ലോക്ക് ചെയ്യും. അപ്പോൾ ഈ ആൽഫ പാർട്ടിക്കിളിന് ഈ നാരോ പാസേജ് വഴിയേ കയറിപ്പോകാൻ പറ്റൂ. അപ്പോൾ നമുക്കൊരു നാരോ ബീം ഓഫ് ആൽഫ പാർട്ടിക്കിൾ കിട്ടി. ഇതുകൊണ്ടൊന്ന് ഗോൾഡ് ഫോയിൽ വീഴ്ത്തി. കണ്ട കാഴ്ചകൾ 3 എന്തൊക്കെയാണ്? മിക്കവാറുള്ള ആൽഫ പാർട്ടിക്കിൾ അതിൽ കൂടെ കയറിപ്പോയി. ഒരു 0.14% ഓഫ് ആൽഫ പാർട്ടിക്കിൾ ഈ ഇനീഷ്യൽ ഡയറക്ഷനുമായിട്ട് ഒരു ചെറിയ ആംഗിളിൽ, ഒരു 1 ഡിഗ്രിയോ അങ്ങനെയൊക്കെ ഉള്ള ചെറിയ ആംഗിളിൽ സ്കാറ്റർ ചെയ്ത് പോയി. ഇനി ഒരു 1 ഔട്ട് ഓഫ് 8000 ആൽഫ പാർട്ടിക്കിൾ 90 ഡിഗ്രിയേക്കാളും കൂടിയ ആംഗിളിൽ സ്കാറ്റർ ചെയ്ത് വന്നു. ഇനി ഈ ആൽഫ പാർട്ടിക്കിളിനെ, സ്കാറ്റേർഡ് ആൽഫ പാർട്ടിക്കിളിനെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി നമ്മളൊരു ഡിറ്റക്ടർ ഉപയോഗിച്ചു. അതിനകത്തൊരു മൈക്രോസ്കോപ്പ്, ഒരു സിങ്ക് സൾഫൈഡ് സ്ക്രീനും ഉണ്ടായിരുന്നു. ഇതിനെ മൂവ് ചെയ്യിപ്പിക്കാൻ വേണ്ടി ഒരു സർക്കുലർ സ്കെയിൽ സെറ്റ് ചെയ്തു. അപ്പോൾ ഇതിനെ എങ്ങോട്ട് വേണോ, ഏത് പൊസിഷനിൽ വേണോ കൊണ്ടുപോയി നമുക്ക് ഒബ്സർവ് ചെയ്യാം. ഇനി അടുത്തെന്താണ് നമ്മൾ പറഞ്ഞത്? ഈ സിങ്ക് സൾഫൈഡിനകത്ത് നമ്മൾ സിങ്ക് സൾഫൈഡ് സ്ക്രീനിൽ ആൽഫ വന്ന് വീഴുമ്പോൾ അവിടെ ചില ഇംപ്രഷൻസ് ഉണ്ടാവും. ആ ഇംപ്രഷൻസ് മൈക്രോസ്കോപ്പിൽ കൂടെ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങളാണ്, ഒബ്സർവേഷൻസ് ആണ് ഇത്രയും പറഞ്ഞത്. ഇനി ഞാൻ ഇതിൻ്റെ റിസൾട്ട് പറയാം. ഈ ഇത്രയും ഒബ്സർവേഷൻസിൽ നിന്ന് നമുക്ക് കിട്ടിയ റിസൾട്ട്, ആൽഫ പാർട്ടിക്കിൾ മിക്കവാറും ഉള്ളതെല്ലാം ഗോൾഡ് ഫോയിൽ വഴി കയറി അങ്ങ് പോയി എന്നാണ് കണ്ടത്. അതിൻ്റെ അർത്ഥം എന്താണ്? ആൽഫ പാർട്ടിക്കിൾ മിക്കവാറും ഗോൾഡ് ഫോയിലിൽ കൂടെ ഈസി ആയിട്ട് കയറി അങ്ങ് പോയി എന്ന് പറഞ്ഞാൽ ആറ്റങ്ങൾക്കകത്ത്, ആറ്റത്തിൻ്റെ അകത്ത് ആവശ്യം പോലെ എംപ്റ്റി സ്പേസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആരും ആൽഫയെ ബ്ലോക്ക് ചെയ്തില്ല, ഈസി ആയിട്ട് അത് കയറിപ്പോയി. അപ്പോൾ ആറ്റത്തിനകത്ത് ആവശ്യം പോലെ എംപ്റ്റി സ്പേസ് ഉണ്ട്. ഇനി അടുത്തെന്താണ്? പിന്നെ നമ്മൾ കണ്ട കാഴ്ച അതാണ്ട് ഈ ആൽഫ പാർട്ടിക്കിളിന് പോസിറ്റീവ് ചാർജ് ആണെന്ന് അറിയാം. ഇവിടെ ഗോൾഡ്, ഇതിവിടെ ഒരു ഗോൾഡിൻ്റെ ആറ്റം ഇരിക്കുകയാണെന്ന് വെച്ചോളൂ. ആ ഗോൾഡ് ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിന് പോസിറ്റീവ് ആണെന്നറിയാം. ആ ന്യൂക്ലിയസിൻ്റെ നേരെ ചെല്ലുന്ന ആൽഫ പാർട്ടിക്കിളിനെ ആ ന്യൂക്ലിയസ് റിപ്പൽ ചെയ്യും. കാരണം ന്യൂക്ലിയസിന് പോസിറ്റീവ് ആണ്. റിപ്പൽ ചെയ്ത് ലാർജ് ആംഗിളിൽ തിരിച്ചയക്കും. അപ്പോൾ ഈ 1 ഔട്ട് ഓഫ് 8000 ആൽഫ പാർട്ടിക്കിൾ 90 ഡിഗ്രിയേക്കാളും കൂടിയ ആംഗിളിൽ സ്കാറ്റർ ചെയ്തു എന്ന് പറഞ്ഞതിൻ്റെ റീസൺ അതായിരിക്കണം. നേരെ എന്ന് ന്യൂക്ലിയസിൽ ഇടിക്കാൻ പോയവനെ ന്യൂക്ലിയസ് റിപ്പൽ ചെയ്ത് വലിയ ആംഗിളിൽ സ്കാറ്റർ ചെയ്ത് വിട്ടു. ഇനി ന്യൂക്ലിയസിൽ നിന്ന് ഇത്തിരി ദൂരെയാണ് ആൽഫ പാർട്ടിക്കിൾ ചെന്ന് വീഴുന്നതെങ്കിലോ, പോസിറ്റീവ് ഗോൾഡിൻ്റെ ന്യൂക്ലിയസിൽ നിന്ന് കുറച്ച് ദൂരെയാണ് ആൽഫ പാർട്ടിക്കിൾ ചെന്ന് വീഴുന്നതെങ്കിൽ ആ ആൽഫ പാർട്ടിക്കിളിനെ ചെറുതായിട്ടൊന്ന് റിപ്പൽ ചെയ്ത് വിടും ന്യൂക്ലിയസ്. ഓക്കെ, അപ്പോൾ ചെറിയ ആംഗിളിൽ സ്കാറ്ററിങ് നടക്കും. അപ്പോൾ ആറ്റത്തിനെ പറ്റി ഏകദേശം ഒരു ധാരണയായി. ആറ്റത്തിൻ്റെ അകത്ത് ആവശ്യം പോലെ ഗ്യാപ്പുണ്ട്. ഇനി ന്യൂക്ലിയസ് പോസിറ്റീവായിട്ടുള്ള ഏതോ ഒരു സ്ഥലമുണ്ട്, അവിടെ ചെന്ന് ഇടിക്കാൻ പോകുന്നവനാണ് 90 ഡിഗ്രിയെക്കാളും കൂടിയ ആംഗിളിൽ തിരിച്ചു വരുന്നത്. ഇതൊക്കെ നമുക്ക് മനസ്സിലായി. അപ്പോൾ ആറ്റത്തിൻ്റെ അകത്ത് പോസിറ്റീവായിട്ടുള്ള സ്ഥലം ഒരു പർട്ടിക്കുലർ സ്ഥലമാണ്. ഇനി ആറ്റത്തിനകത്ത് ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ആറ്റത്തിനെ പറ്റി ഏകദേശം ഒരു ഐഡിയ നമുക്ക് പിടികിട്ടി. അങ്ങനെ ഓൺ ദ ബേസ് ഓഫ് ഈ ഒബ്സർവേഷനാണ് നമ്മുടെ റുദർഫോർഡ് നമ്മുടെ ന്യൂക്ലിയർ മോഡലൊക്കെ സജസ്റ്റ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഞാൻ കാര്യങ്ങൾ സ്റ്റാർട്ടിംഗ് തൊട്ട് പറയാണ്. ആൽഫ പാർട്ടിക്കിൾ സ്കാറ്ററിംഗ് എക്സ്പെരിമെൻറ്റ് കണ്ടക്റ്റഡ് ബൈ ഗീഗർ ആൻഡ് മാഴ്സ്ഡൻ. Alpha particle emitted by bismuth 83214 is used for experiment. Then its energy is 5.5 million electron volt. This beam is allowed to pass through the slit between two lead bricks. A narrow beam of alpha particle is obtained. It is allowed to fall on a gold foil of thickness 2.1 into 10⁻⁻⁷ meter. See, then observations. Majority of the alpha particles pass through the gold foil. Then observation number 2, 0.14% of alpha particles scattered at small angles. Then 1 on 8000 alpha particles scattered at large angles, that is greater than 90 degree. Then you write conclusions. What are your conclusions? Majority of the alpha particles pass through the gold foil means atom contains so much empty space. Then see, alpha particles which are about to strike the nucleus of gold are repelled at large angles. Okay, then alpha particles which are falling at some distance from the gold nucleus are repelled weakly and are scattered at small angles. Okay, so this is alpha particle scattering experiment. Then one more thing, see, I told you about the thickness of the gold foil. What is the thickness of the gold foil? 2.1 into 10⁻⁷ meter. So in this thickness there will be only one atom. So no confusion. See, alpha particle will not get in collision with more than one atom. See, at a time it can collide against only one gold atom. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഈ തിക്നെസ്സിനകത്ത് ഒരു ആറ്റം ഉള്ളതുകൊണ്ട് ഒന്നിൽ കൂടുതൽ കൊളിഷൻ വരുമെന്നുള്ള പേടിയും വേണ്ട. ഓക്കെ, സോ ഒന്നും കൂടെ പറയുമ്പോൾ ക്ലിയർ ആവും. സോ വാട്ട് ഡു യു നോ അബൌട്ട് ആൽഫ പാർട്ടിക്കിൾ സ്കാറ്ററിംഗ് എക്സ്പെരിമെൻറ്റ്? പെട്ടെന്ന് പറയൂ.
പെട്ടെന്ന്. So, a alpha particle scattering experiment was conducted by Giger and Marsden. See, alpha particles emitted by bismuth 83214 is used for this purpose. Then its energy is 5.5 MeV. Then see, this is allowed to pass through the slit between two lead bricks. Thus a narrow beam of alpha particles is obtained. It is allowed to fall on a gold foil of thickness 2.1 into 10 raised to minus 7 meter. What is the significance of this thickness? So in this thickness there will be only one atom, so alpha particle cannot suffer more than one collision. Then what are the observations? Majority of the alpha particles passed through the gold foil. Then observation number 2, 0.14% of alpha particles scattered at an angle greater than 1 degree. Then 1 out of 8,000 alpha particles scattered at large angles, that is greater than 90 degree. What are the conclusions? Majority of the alpha particles passed through the gold foil means atom contains so much empty space. Then alpha particles which are about to strike directly onto the positive nucleus are repelled strongly and are scattered at large angles. Then alpha particles which are falling at some distance from the positive nucleus are repelled weakly and they are scattered at small angles. Okay, so this is about alpha particle scattering experiment. Through this we could understand the structure of atom. Okay.